അതും പിന്നെ നമ്മൾ ഒരു ദിനാർ കൊടുത്തിട്ട് അവിടെ ബുക്ക് ചെയ്ത് ഒരു നമ്പർ തരും. ഒരു ഫോർ എക്സാമ്പിൾ 1028 എന്നല്ലോ. ഈ 1028 അവിടെ പോയി പറഞ്ഞാൽ 1028 പറഞ്ഞാൽ അതുവരെയുള്ള പേപ്പർ തരും. എന്നിട്ട് അതിന് പൈസ കൊടുക്കണം. നമ്മുടെ നാട് നമ്മുടെ നാട് തന്നെയാണ്. നമ്മൾ ബഹ്റൈൻ എന്നും സെക്കൻഡ് ഹോം തന്നെയാണ്. യു കനോട്ട് കൺസിഡർ. കാരണം എൻ്റെ ബോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യു വോണ്ട് ടു ടേക്ക് എ ബഹ്റൈനി പാസ്പോർട്ട്, ഐ വിൽ അസിസ്റ്റ് യു പറഞ്ഞിട്ടുണ്ട്. എന്നോടും ഒരു ദിവസം എൻ്റെ കൊളീഗ് ഉണ്ട് താഹിർ എന്ന് പറഞ്ഞിട്ട്, അവർ രണ്ടാളും പറഞ്ഞു ഞാൻ ചെയ്തു തരാം എല്ലാ പാസ്പോർട്ടും. നമ്മൾ നോ സർ, വി വിൽ വർക്ക് ഹിയർ ബട്ട് വി ആർ ഹാപ്പി വിത്ത് ഇന്ത്യൻ പാസ്പോർട്ട്, ബിക്കോസ് വി ആർ ഇന്ത്യൻസ് ആൻഡ് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ പൊളിറ്റിക്സിൻ്റെ ആൾക്കാർ തന്നെയാണ്. ഇത് ഉണ്ട്. ബട്ട് വി ഹാവ് ടു വൺ ഡേ ഓർ അതർ വി ഹാവ് ടു അഡ്ജസ്റ്റ് അവർ ലൈഫ്. നമ്മുടെ നാട്, നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വെറും ഭാര്യയും കുട്ടികളും മാത്രമല്ല എന്ന പ്രിൻസിപ്പളാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ, ഉമ്മ, ഉപ്പ, നാട്ടുകാർ, ഫ്രണ്ട്സ്, അതാണ് കുടുംബം. ഇവിടുന്ന് ഇപ്പോൾ നമ്മളിവിടെ ബഹ്റൈൻ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ബഹ്റൈനും കുട്ടികൾ നിൽക്കുമായിരിക്കും. ബട്ട് ആ നാട്ടിലെ ലവ്ലി അറ്റ്മോസ്ഫിയർ, സത്യം പറയാം, എൻ്റെ വൈഫ് പറഞ്ഞത് എപ്പോഴും പറഞ്ഞതാ, ഉള്ളൊരു നാട്ടിലെ കാലാവസ്ഥ ഇതുവരെ ഞാൻ അനുഗ്രഹിച്ച് ഇതാക്കിയിട്ടില്ല. 2 കൊല്ലത്തിൽ 2 മാസം പോവും, എന്നിട്ട് പിന്നെ കല്യാണം ഉണ്ടാവും, മരണം ഉണ്ടാവും, വേറെന്തെങ്കിലും ഇതുണ്ടാവും, കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. സത്യം പറയാം, ഈ എൻ്റെ ഓർമ്മയിലൊന്നും ഞാൻ അനുഭവിച്ചില്ല. ഇനി അനുഭവിക്കണം. ധാരാളം ഉപദേശങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉപദേശങ്ങൾ അധികവും ഇനി അവിടെ പോയിട്ട് ഐഡിയലായിപ്പല്ലേ, അങ്ങനെയല്ല ഇങ്ങനെ അവരവരുടെ എൻ്റെ വീട്ടിലുള്ള സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേ ദാറ്റ് ഇസ് ബേസ്ലെസ്. വി ഹാവ് ടു വൺ ഡേ ഓർ അതർ വി ഹാവ് ടു ബി ഇൻ അവർ കൺട്രി. വി ഹാവ് ടു അഡ്ജസ്റ്റ് ലൈഫ് വിത്തിൻ ദ സർക്കംസ്റ്റൻസ്. നമ്മുടെ ആ പക്വതയോടുകൂടെ ബുദ്ധിയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് നീങ്ങുക. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാമെന്നല്ലാതെ നമുക്ക് നാടങ്ങനെയാണ് നാടിങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നാട് തന്നെയാണ്. അതെത്ര സത്യം പറ്റി പറയാം, അത് നാട് തന്നെയാണ്. നാടിൻ്റെ ബഹുമാനം നമുക്ക് രാഷ്ട്രീയമുണ്ട്, പിന്നെ മതപരമായ ഇപ്പം നാട്ടിൽ നിന്ന് 2 ആൾക്കാർ വേണ്ട, ഓനെ മുസ്ലിമാ, ഹിന്ദുവാ, ക്രിസ്ത്യനാ, അല്ലെങ്കിൽ ഓൻ കമ്മ്യൂണിസ്റ്റ്, ഇടതുപക്ഷ, ഇടതുപക്ഷ, അതൊക്കെ പറയൂ. അത് അതിൻ്റേതായ തരണത്തോടെ കൈകാര്യം ചെയ്യണോ, അതിനെ നേരിടണോ. അതാണ് നമ്മളെ മനുഷ്യൻ. അതിനാണ് നമ്മളെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾ വിദ്യാഭ്യാസം എന്തിനാ? തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ട് അതുകൂടെ നമ്മൾ പെരുമാറുക. അതിനല്ലേ നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ വിദ്യാഭ്യാസം തന്നെ. അല്ലാണ്ട് വിദ്യാഭ്യാസം വെറും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജോലി കിട്ടുക മാത്രമല്ല. ഏതൊരു പ്രവാസിയെയും പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളുമായി ആരംഭിച്ച ഇദ്ദേഹത്തിന്റെ പ്രവാസത്തിന് 47 വർഷങ്ങൾക്കിപ്പുറം വിരാമമാവുകയാണ്. ലത്തീഫ് അൽ-ഔജാൻ കമ്പനിയിലെ പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിലും സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിലുമുള്ള പൂർണ്ണ സംതൃപ്തിയിലാണ് യാത്രയ്ക്കൊരുങ്ങുന്നത്. ജീവിതത്തിൽ പാലിച്ച അച്ചടക്കവും കഠിനാധ്വാനവും തന്നെയാണ് ജീവിത വിജയത്തിന് കരുത്തായതെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രചോദനമേകുന്നതാണ്. അദ്ദേഹത്തിന്റെ ദീർഘകാല പ്രവാസ അനുഭവം ഇനി അങ്ങോട്ടുള്ള സുന്ദരമായ വിശ്രമ ജീവിതത്തിന് തുണയാകട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം.